നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് തൃശ്ശൂര് മുരളീധരൻ എന്ന വലിയ നേതാവ് ദയനീയ പരാജയമാണ് നേരിട്ടത്. 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. മുരളീധരനെ ഏറ്റവും വിഷമിപ്പിച്ചത് അവിടെ BJP ജയിച്ചു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ജയിച്ചിരുന്നെങ്കിൽ പോലും മുരളീധരന് അത്രയ്ക്ക് വിഷമമില്ല എന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തോൽവിയെ കുറിച്ച് ഒന്ന് പഠിക്കാനായി KPCC ഒരു കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. T. സിദ്ദിഖ് MLA ഉൾപ്പെടുന്ന ഒരു കമ്മീഷൻ. അതിന്റെ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരുന്നു, അല്ലെങ്കിൽ അത് ലീക്കായിരുന്നു. അതിനെ പറ്റിയുള്ള ഒരു ചർച്ചകളാണ് ഇന്ന് മൊത്തം നടക്കുന്നത്. TN പ്രതാപൻ, അനിലക്കര പോലുള്ളവർ കാരണമാണ് അവിടെ വീഴ്ച ഉണ്ടായത് കോൺഗ്രസിന് എന്ന് പറയുന്നു. ഇത് നമ്മൾ മുൻപേയും പ്രതീക്ഷിച്ചത് തന്നെ TN പ്രതാപന്റെ കാര്യത്തിലൊക്കെ. കാരണം TN പ്രതാപന്റെ പോസ്റ്റർ വരെ വന്നിട്ടുണ്ടായിരുന്നു, സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ട്. TN പ്രതാപൻ പോസ്റ്റർ അടിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയായതോ അതൊന്നും യാദൃച്ഛികമല്ല. അത് പാർട്ടി തീരുമാനിച്ചു. അദ്ദേഹം സ്ഥാനാർത്ഥിയാവുമെന്ന് ഉള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സ്വയം മാറിക്കൊടുത്തതാണ് കെ മുരളീധരൻ മത്സരിക്കണമെന്ന്. പക്ഷെ അന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടത് BJPയുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പ്രതാപൻ കളിച്ചു എന്നുള്ള ഒരു ആരോപണം അന്ന് പോലെ കേൾക്കുന്നതാണ്, ആ മണ്ഡലത്തിൽ കേൾക്കുന്നതാണ്. കെ മുരളീധരനെ പോലെയുള്ള ഒരു സീനിയർ നേതാവ്, അതും കെ കരുണാകരൻ്റെ മകൻ, തൃശ്ശൂരിൽ തോക്കുക എന്നൊക്കെ പറയുന്നത് അത് കോൺഗ്രസിന് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. പക്ഷെ അവിടെയും BJPയുമായി ഒരു അന്തർധാരയുണ്ടാക്കി മുരളിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാർ തന്നെയാണ് പിന്നിൽ നിന്നത്. കാരണം കോൺഗ്രസ് വോട്ടാണ് അവിടെ നടൻ സുരേഷ് ഗോപിക്ക് കിട്ടിയത്, അല്ലാതെ ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടല്ല. ഇടതുപക്ഷ മുന്നണിയുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകളെല്ലാം കൃത്യമായി അത് സുനിൽകുമാറിന് കിട്ടിയിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ടാണ് അവിടെ നഷ്ടപ്പെട്ടത്. പ്രതാപന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ എത്രയോ ശതമാനം വോട്ടുകളാണ് കുറഞ്ഞത്. അപ്പോൾ അതിന് പിന്നിൽ മൊത്തം കളിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്ന് അവിടെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതിന് ഇന്നിപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് അവർ ചുമതലപ്പെടുത്തിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷെ അതിലൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ BJP എവിടെയൊക്കെ വോട്ട് ശതമാനം കൂട്ടുകയോ അല്ലെങ്കിൽ ജയിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവിടെയെല്ലാം കോൺഗ്രസിന്റെ വോട്ടുകളാണെന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ BJP എന്ന് പറയുന്ന ആ ഒരു ശൈലി നമ്മൾ പണ്ടുപോലെ കേൾക്കുന്നതാണ്. പക്ഷെ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ. ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ട് പിന്മാറി പോകുന്ന ഒരു സ്ഥിതിയിൽ വരെ എത്തിയിട്ടാണ് അത് അവിടുത്തെ പല വിഷയങ്ങളും നമ്മൾ കണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പല കോളനികളിലൊക്കെ ചെല്ലുമ്പോൾ സുരേഷ് ഗോപിയെ ഇറക്കാതെ, സുരേഷ് ഗോപിയെ മൈൻഡ് ചെയ്യാതെ കോളനി നിവാസികളൊക്കെ മാറി നിന്ന സംഭവങ്ങളൊക്കെ നമ്മളന്ന് ആ പ്രചരണ സമയത്ത് കേട്ടതാണ്. പക്ഷേ അതിലെല്ലാം സുരേഷ് ഗോപിക്ക് പോലും വിശ്വാസമില്ലായിരുന്നു ഇത്രയും ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുമെന്ന്. സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്, വെച്ചൊഴിഞ്ഞ് ആയുധം വെച്ച് കീഴടങ്ങി ഞാൻ പോവുകയാണ്, ഇങ്ങനെ പോയാൽ എനിക്കങ്ങനെ പോകേണ്ടി വരും എന്നുവരെ സുരേഷ് ഗോപി തുറന്നു പറഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ഇത്രയും ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു കയറിയത്. പിന്നെ അവിടുത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകൾ കുറേ അധികം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഇനി കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ ആർക്കും കഴിയില്ല. കാരണം അവിടുത്തെ ക്രൈസ്തവർക്ക് മാത്രമല്ല, അവിടുത്തെ വോട്ടർമാർക്ക് ഏറെക്കുറെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കൊണ്ടാവാം, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ നാവ് കൊണ്ടാകാം. സുരേഷ് ഗോപി പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് അതൊരു പൊതുപ്രവർത്തകന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അത് ശരിയായ നടപടിയല്ല.
കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോയിഡയിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നോയിഡ, മയൂർ വിഹാർ. നോയിഡയിലും മയൂർ വിഹാറിലും ഒക്കെ. അപ്പോൾ അതിലെ മയൂർ വിഹാറിൽ അദ്ദേഹം ഒരു പ്രചരണ യോഗത്തിൽ പ്രസംഗിച്ചു. അതൊക്കെ വലിയ വിവാദമായി. പുള്ളിക്ക് ട്രൈബൽ മന്ത്രിയാണ്, പിന്നോക്ക ക്ഷേമ വകുപ്പ്, ഒരു മുന്നോക്കക്കാരൻ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ഡയലോഗുകൾ കാച്ചി. പുള്ളിയുടെ വായിലെ നാക്കാണ് പുള്ളിക്ക് പ്രശ്നം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ PC ജോർജിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് പുള്ളിയുടെ നാവാണ് പലപ്പോഴും പുള്ളിയെ പിന്നോട്ടടിക്കുന്നത്. പുള്ളി പറയും പുള്ളിക്ക് ഭയങ്കര സൈബർ ആക്രമണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പുള്ളി പരാതി പറയും. ഇന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മാധ്യമപ്രവർത്തകരെ പോലും അദ്ദേഹം വെറുതെ വിടുന്നില്ല. ഇന്ന് ഇടതുപക്ഷത്തിലെ എംപിമാർ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിഷേധിക്കുന്ന ആർക്കും പ്രതിഷേധിക്കാൻ പറ്റില്ല. അതിന്റെ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റും. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളല്ലേ. പക്ഷേ കെ മുരളീധരനെ പോലെയുള്ള ഒരാൾ പാർലമെന്റിൽ എത്തേണ്ട ആളായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ തോൽക്കാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം തോറ്റതിലല്ല വിഷമം, അവിടെ ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളതാണ്. BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ അത് ശരിയല്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇവിടുത്തുള്ള ഇടതുമുന്നണിയും ഐക്യമുന്നണിയും കരുതുന്നത്. തിരുവനന്തപുരത്ത് തന്നെ നേമത്ത് O രാജഗോപാൽ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം വിജയിച്ചു. പക്ഷേ പിന്നീട് അവർക്ക് അവിടെ തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇവിടെയും അതാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. തൃശ്ശൂർ ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് കരുതുന്ന ഒരുപാട് പേര് തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയ നിരീക്ഷകരിൽ തന്നെ പലരും വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപി ഇങ്ങനെയല്ല ജനം കരുതിയിരുന്നത്. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ വാചക കസർത്തൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനൊക്കെ പുള്ളിക്ക് ആഗ്രഹമുണ്ട്. പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ, എയിംസ് കേരളത്തിൽ കൊണ്ടുവരുന്നത് ആലപ്പുഴയ്ക്ക് കൊടുക്കണം. അദ്ദേഹത്തിന് എന്നാ ഒരു ജനപ്രതിനിധി പറയുന്നത് എന്തോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവരണമെന്നാണ്. പക്ഷെ അത് അദ്ദേഹം അവിടെ അല്ല പറഞ്ഞു, അത് ആലപ്പുഴയ്ക്ക് കൊടുക്കും. ആലപ്പുഴയില് അതിന്റെ പ്രവർത്തനത്തെ തുടങ്ങി വെക്കും, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെക്കുമെന്നാണ് പറയുന്നത്. അതൊരു തൃശ്ശൂരുകാർക്ക് വരെ അതിനകത്ത് എതിർപ്പുണ്ട്. ഇന്നലെ പല തൃശ്ശൂരിലുള്ള പല സുഹൃത്തുക്കളും ഇന്നലെ പങ്കുവച്ചത് ആ രീതിയിലാണ്. ഏതായാലും സുരേഷ് ഗോപി അവിടെ ജയിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ടാണ്, കോൺഗ്രസ്സുകാരാണ് അത് ജയിപ്പിച്ചത്. അത് അന്ന് തന്നെ വിധി എഴുതിയ കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് അതിനകത്ത് അത് വലിയൊരു കണ്ടെത്തലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അന്ന് തന്നെ രാഷ്ട്രീയ കേരളം മനസ്സിലാക്കിയ കാര്യമാണ്. അവിടെ കോൺഗ്രസിന്റെ വോട്ട് അങ്ങനെയാണല്ലോ, കോൺഗ്രസിന്റെ വോട്ടുകളാണല്ലോ മൊത്തം പോയത്. LDFന്റെ വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ.